നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. വെയിലിന്റെ ചൂട് കൊണ്ട് ഒരു മുട്ട ബുൾസ ഉണ്ടാക്കാൻ പോവാ. എത്ര കണ്ട് വിജയിക്കും അറിയില്ല. അമ്മ എക്സൈറ്റഡ് ആണോ? ഇല്ല, ഞാനൊരു എക്സൈറ്റഡും അല്ല. കാരണം സംഭവം ഞെരിഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യം. അപ്പൊ കണ്ടോ സോളാറിൽ മുട്ട കുക്ക് ചെയ്തത്. കിട്ടോ? നമ്മുടെ ടാസ്ക് എന്തായി? പരാജയപ്പെട്ടു. അയ്യോ, നമ്മുടെ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എത്രയാണെന്നറിയോ? 36 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വ്യത്യസ്തമായ ഒരു വീഡിയോയാണ്. വർത്താനൊന്നും പറയാൻ നേരമില്ല. അല്ല, ചൂട് കൊണ്ട് പറ്റണില്ല. വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ്. എന്താണ്? വെയിലിന്റെ ചൂട് കൊണ്ട് ഒരു മുട്ട ബുൾസ ഉണ്ടാക്കാൻ പോവാ. എത്ര കണ്ട് വിജയിക്കും അറിയില്ല. എന്ത് രീതിയിലാണെങ്കിലും നിങ്ങളെ കാണിക്കാം. അത് ഇഷ്ടികപ്പുറത്ത് തന്നെ ദോശക്കല്ല് വെച്ചേക്കണ എന്താന്ന് വെച്ചാൽ ഡയറക്റ്റ് ചൂട് അടിച്ചോട്ടെ എന്ന് ഓർത്താ. കല്ലിന്റെ പുറത്ത് വെച്ച് അത്രയും ചൂട് വരൂല. വിജയിക്കുമെന്നൊന്നും ഒരു ഇതുമില്ല കേട്ടോ. ഇതിനു മുമ്പ് ചെയ്ത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. ഏതായാലും ഒന്ന് ചെയ്ത് നോക്കാം. ആദ്യം ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാം. കാരണം കല്ലായതുകൊണ്ട് അല്ലെങ്കിൽ വിട്ടുപോരില്ല. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ പിന്നെ വിട്ടുപോന്നേനെ. വെളിച്ചെണ്ണ ഏതായാലും ചൂടാവണ്ടോന്നൊന്ന് നോക്കാം. എന്നിട്ട് മതിയല്ലോ പരിപാടികൾ. ഒരു മിനിറ്റ് പരത്തിക്കോട്ടെ കേട്ടോ. എണ്ണ ഒന്ന് പരത്തട്ടെ കേട്ടോ. ഓ, ചട്ടി ചൂടായോ? ചൂടായി. ഞാൻ പറഞ്ഞില്ല, നോൺ സ്റ്റിക്ക് ഇങ്ങനെ വെക്കാൻ പേടി അഞ്ഞുമല്ലോ, പൊളിഞ്ഞു പോകുന്ന പ്രതലം ചൂട് കൊണ്ടേ. ഒരു ചട്ട് കൊണ്ട് അറിഞ്ഞിങ്ങനെ എടുക്കാവോ? അതെ, ചട്ട് ഉണ്ടാട്ടോ. അതുകൊണ്ടാ അമ്മ എക്സൈറ്റഡ് ആണോ? ഇല്ല, ഞാനൊരു എക്സൈറ്റഡും അല്ല. കാരണം വന്നയിടത്ത് ചൂടായി. വന്നയിടത്ത് വെച്ച് കാണുക. ഞെരിഞ്ഞൊന്നും മഞ്ഞില്ലല്ലോ. ഞെരിഞ്ഞു വരട്ടെ, എന്നിട്ട് പൊട്ടിക്കാം. എത്ര നേരം പിടിക്കുമെന്ന് അറിയില്ല കേട്ടോ. സമയം അതിലൊന്ന് പൊട്ടിച്ചൊഴിച്ച് കഴിയുമ്പോൾ സമയം നോക്കിയാൽ കേട്ടോ. സമയം പ്രേക്ഷകരോട് കൃത്യം പറയണം. എന്തായാലും വെന്തില്ലെങ്കിലും നിങ്ങളെ കാണിക്കാം. ഒരു മമ്മിയുടെ മുട്ട ഒരു മുട്ട പോകും ചിലപ്പോൾ. വെന്തില്ലെങ്കിൽ നമുക്കില്ലേ കുറച്ചു നേരം കഴിയുമ്പോൾ മുട്ട ഗ്യാസിൽ കൊണ്ടുപോയി വേവിക്കാം. എന്നറിയാം ചൂടായോ നോക്കട്ടെ കേട്ടോ. ചൂടായി. വെളിച്ചെണ്ണ വാരി വെച്ച് നോക്കിയതാ. ഇച്ചിരി ചൂട് വരട്ടെ. കാലിച്ചിരി അകത്തേക്ക് വെച്ചോ, വെയിൽ കൊള്ളിക്കാതെ. അതൊന്നും സാരില്ല. കാലല്ല, മുഖവും കൈയും വെയിലും ഉണ്ടാ മഹാ പ്രശ്നമാവും. ഭയങ്കര ചൂട്. പൊട്ടിച്ചൊഴിച്ചോ. പൊട്ടിക്കട്ടെ. പൊട്ടിച്ചോ. പൊട്ടിക്കുക കേട്ടോ. എങ്ങനെയാ വരട്ടെ, ഒരു മുട്ടയല്ലേ. അതെ. പോണേ. അങ്ങനെ പിടിച്ചാ മതി. ഞെരിയണ്ട്. സംഭവം ഞെരിഞ്ഞു. അതുകൊണ്ട് തന്നെ കാര്യം. ഞെരിഞ്ഞു വന്നിണ്ട് കേട്ടോ. ഇങ്ങനെ ഇരുന്നാ മതി, കുഴപ്പമില്ല. ഞെരിയണ്ട് കേട്ടോ. നിങ്ങക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ അശ്രാന്ത പരിശ്രമത്തിനൊടുവിൽ മുട്ട സ്റ്റഡിയായി ഇരുന്നിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ആദ്യം മുട്ട ഓടി കളിച്ചു. പക്ഷെ സാധ്യതയുണ്ട് കേട്ടോ. കാറ്റ് വരുമ്പോ ഇച്ചിരി അനങ്ങണ്ട. ഓടുവാണെങ്കിൽ നമുക്ക് ചട്ടവും കൊണ്ട് വെക്കാം. ഓടാൻ്റെ ഒരു ടെംപ്റ്റേഷൻ ഉണ്ടല്ലേ. ഇച്ചിരി ഒന്ന് കുക്ക് ആയിട്ടുണ്ട്, അതുകൊണ്ടാണ് അത് ഓടൽ നിർത്തിയത്. വെള്ളമയം ഇതായി, അതിലേക്കൊന്ന് പിടിച്ചു തുടങ്ങിയായിരിക്കും ചിലപ്പോ ചൂട് കൊണ്ട്. ഞെരിയുണ്ടല്ലേ. അപ്പൊ ഉണ്ട്. അപ്പൊ കണ്ടോ സോളാറിൽ മുട്ട കുക്ക് ചെയ്തത്. വെളിച്ചെണ്ണയല്ല, മുട്ടയത്. മുട്ട തെറിച്ചു പോകുന്നത് വെള്ളം, മുട്ട വെള്ളയത്. കുറെ മുട്ട വെള്ളം തെറിച്ച് അങ്ങോട്ട് പോയി. അപ്പൊ ഞാൻ ഈ ചട്ടവും കൊണ്ട് ഇങ്ങനെ വെച്ചു. കുറെ നേരം കഴിഞ്ഞപ്പോ അതിലേക്ക് ഉറച്ചു പതുക്കാൻ. സോളാർ കിട്ടോ? ഇറങ്ങി വരുമോ?
നീ വേണമെങ്കിൽ പോയി അപ്പോഴും ഉഴുന്നുവട ടേസ്റ്റ് ചെയ്യിച്ചു. ആ അപ്പൊ ഇച്ചിരി ആയിട്ട് ചോറ് വിളമ്പ ദേ അപ്പ ഒരു ഉഴുന്നുവട കഴിച്ചോ. അവിടെയാ അടുക്കളയിൽ എടുത്തു കൊടുക്കും. ചെറുതായിട്ടൊക്കെ ഒന്ന് നിറം മാറുന്നുണ്ട്. അത്രേ ഉള്ളൂ. ചിലപ്പോ ആയി വരുമായിരിക്കും. ടൈം എടുക്കൂന്നാ തോന്നണേ. എന്നാന്ന് വെച്ചാ പറ്റി പിടിക്കുന്നുണ്ട് അവിടെ ഇവിടെയൊക്കെ അല്ലേ. അമ്മ കാത്തിരുന്ന് മുഷിഞ്ഞോ? മുഷിഞ്ഞൊന്നുമില്ല, ചൂടായതുകൊണ്ടുള്ള കസേരയിലിരുന്നോ. മുട്ടവെള്ളയുടെ വെളുപ്പ് വരണുണ്ട് കേട്ടോ. തീ വാർന്ന ചൂടാക്കായ ചട്ടി, തീ വാർന്ന ചൂട് വന്നതിന് ശേഷം എന്നാലും പതുക്കെ ആവുള്ളൂ. ചുമ്മാ ഡയറക്റ്റ് ഇതില് വേവിക്കണല്ലേ. കണ്ടോ മുട്ടയ്ക്ക് കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. പതുക്കെ ആവുള്ളൂ, സമയം എടുക്കും. അതിനാ ഞാൻ ഒഴിച്ച സമയം നോക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? നമ്മൾ ഒരു 10 മിനിറ്റ് ആയി. 1:36 പൊട്ടിച്ചു. അപ്പൊ ഇനി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഊണ് കഴിക്കേണ്ട സമയമായി. അപ്പൊ തുറന്നിരിക്കുവാണ്, ചൂടടിച്ച് കുക്കാവാൻ എളുപ്പം. പക്ഷേ കുക്കാവുമെന്നൊന്നും അറിയില്ല. എങ്ങനെയാണെങ്കിലും കാണിക്കാം. ഞങ്ങളപ്പോൾ ഊണ് കഴിക്കാനുള്ള സമയമായതുകൊണ്ട് ഫുഡ് കവർ കൊണ്ട് കവർ ചെയ്ത് വെച്ച് പോയി ഫുഡ് കഴിച്ചേച്ച് വന്ന് കാത്തിരിക്കാം. കസേരയിൽ ഇരിക്കാം. എന്നിട്ട് വേവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസിൽ കൊണ്ടുവച്ച് നിങ്ങളെ കാണിച്ചു തരാം. അതെ, ഓക്കെ ഓക്കെ. കൂടിക്കോളൂ. എന്തായാലും മുട്ട കളയാൻ പറ്റൂല, നാടൻ മുട്ടയല്ലേ. അതെ, വൈറ്റ് കളറൊക്കെ ആയി വരണുണ്ട്. അതൊക്കെ ആയുള്ളൂ. ഇനി മൂടി കഴിഞ്ഞാൽ വെയിലേറടിക്കൽ കുറയും. ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കവർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇത് എടുത്തോണ്ട് കൊണ്ടേ ഇവിടെ വൈറ്റ് ആയിട്ട്. ഇത് ശരിക്കും കളർ മാറി മാറി വരുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഗ്യാസിലെയോ ഇൻഡക്ഷനിലെയോ പോലെ പെട്ടെന്ന് 1 സെക്കൻഡ് കൊണ്ട് ആവൂലല്ലോ. കളർ മാറി മാറി വരുന്നുണ്ട്. മാത്രം ഇതായി വരുമല്ലേ. നമുക്ക് ഫുഡ് ഇവിടെ ആയി തുടങ്ങി. കുക്കാവുണ്ട് കേട്ടോ. സമയം എടുക്കും. അത് മാത്രമേ ഉള്ളൂ. ഊണ് കഴിച്ചേച്ച് ഇവിടെ വന്ന് ഫുഡ് കവർ മാറ്റി ഇവിടെ ഇരിക്കാം, കസേരയിൽ ഇരിക്കാം. അടക്കട്ടെ. ഓക്കെ. നമുക്ക് ഊണെടുക്കാം. അപ്പ എവിടെയാ പോണേ ഇപ്പോ? എന്തോരു സാധനങ്ങളാ പുറത്ത് ഇരിക്കണേന്ന് നോക്കി. അമ്മ ഇപ്പൊ വരും. ഇന്ന് അമ്മ സോളാറിൽ മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. അല്ല, മുട്ട ബുൾസായി. ആണോ? സെൽഫ് എടുക്കണില്ലേ? ഓ, അത് മെനക്കേടാണല്ലോ. എന്നാ പിന്നെ ബാറ്ററി മാറായിരുന്നു. തള്ളണോ? വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കാതെ ചെക്ക് ചെയ്യണ്ടേ? വർക്ക്ഷോപ്പിലൊന്ന് കാണിക്കണം. പോയിട്ട് എപ്പോഴാ വരിക? 4 മണിക്ക് തുടങ്ങിയാൽ 5:30 നല്ല ചൂടാ. അപ്പയുടെ നെറ്റിയിലെ വേർപ്പ് തുള്ളി എന്റെ കാലേട്ട് വീട്. ഓ, ഇത് നല്ല മെനക്കേടാണല്ലോ ഇങ്ങനെ സെൽഫി ചെയ്യുന്നത്. മറ്റത് ഏത് ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ സെൽഫി ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാ. എന്നാ പിന്നെ കാറിന് പോയിരുന്നില്ലേ? അവിടെ ചെന്നിട്ടും ഇതുപോലെ ചെയ്യേണ്ടി വരില്ലേ? അപ്പൊ സ്കൂട്ടർ കയറ്റി വെച്ചു. ബിക്കോസ് കാർ ഈസ് നോട്ട് ടേക്കിംഗ് സെൽഫ്. മുന്തിരിങ്ങ ഉണങ്ങിയോ? നോക്കട്ടെ. കാറിന് പോണാ നല്ലത്. നമുക്ക് മുന്തിരിങ്ങ ഉണങ്ങിയൊന്ന് നോക്കാം കേട്ടോ. മുന്തിരിങ്ങ ഇച്ചിരി ചുളിങ്ങിയിട്ടുണ്ട്. ചുളിഞ്ഞിട്ടേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഇച്ചിരി തിളപ്പിച്ചിട്ട് വെക്കണമായിരുന്നു. അതായിരുന്നു. അത് ഞാൻ വെറുതെ വാങ്ങാം. അമ്മ സ്ഥിരം ഈ തുണി കൊണ്ട് നടക്കുവാണോ തുടയ്ക്കാൻ?
എന്തൊരു ചൂടാ. ഇപ്പൊ 35 ഡിഗ്രി ആയിട്ടുണ്ട് കേട്ടോ. സമയം 3 മണി കഴിഞ്ഞു. ഞങ്ങള് നമ്മുടെ ടാസ്ക് എന്തായി? പരാജയപ്പെട്ടു. ടാസ്കിൽ വിജയം കൈവരിക്കാനായില്ല. ആയില്ല. എപ്പോഴും വിജയിച്ചാ പറ്റൂല്ലോ. അതെ 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 അതെ. കൂട്ടത്തിൽ ഒരേ പരാജയവും വേണ്ടേ? വേണം. എങ്കിലും കൊറേയൊക്കെ എന്തൊക്കെയൊക്കെയോ നടന്നു. ഹാഫ് കുക്കായി തോന്നുന്നു. പക്ഷെ ഇതിങ്ങനെ പൊരി പൊരി പോലെ പോകുന്നത് അതെ 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 തിന്നാൻ പറ്റൂല, മറ്റേ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്നത് പോലെ. അതെ. അപ്പൊ 1 മണിക്കൂറോളം വേണ്ടിയിരുന്നു തോന്നുന്നു. അതെ അതെ വെയിലത്തിരുന്നു. അപ്പൊ ഇനി നമുക്ക് പോയി ഗ്യാസിൽ വെച്ച് ബുൾസൈ ആക്കി എടുക്കാം. ഒറിജിനൽ ബുൾസൈ നല്ലത്. അതായിരിക്കും നല്ലത്. പോകാം. ഓക്കെ. ടാസ്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറയാനായില്ലെങ്കിലും സാരമില്ല. പല പരാജയങ്ങളും വിജയത്തിനുള്ള ചവിട്ടുപടികളായി നമ്മൾ കരുതുക. അതെ അതെ അതെ. കൊറിയർ പൊട്ടിക്കാൻ പോലെയുള്ള നേരമില്ല. എന്തായാലും ഇവിടെ ഇരിക്കണ എടുത്തേക്കാം. എന്താ ഇത് എന്ത് സാധനമാണോ ഇത്രയും വലിയ പാക്കറ്റിൽ വന്നേക്കണേ? മാലയാണ് തോന്നുന്നു കേട്ടോ. അത് കമ്മല. അതെ, അടുപ്പിൽ വെച്ചപ്പോഴേക്ക് ഇത് പെട്ടെന്ന് 1 മണിക്കൂർ ഇങ്ങനെ ഇരുന്നതൊക്കെ കരിഞ്ഞു പിരിഞ്ഞതൊക്കെ പോയിട്ട് അത് എടുക്കാൻ കൊള്ളൂല കേട്ടോ. ഉള്ള കാര്യം അങ്ങ് പറഞ്ഞേക്കാലോ. അപ്പൊ ഇത്രയും ഭാഗ്യം നല്ലതായിട്ടുള്ളൂ. ബാക്കി നിങ്ങൾ കണ്ടല്ലോ, ഒഴിച്ചപ്പോ കുറെ ഇങ്ങനെ ഒഴുകിപ്പോയില്ലേ? ആ ഒഴുകിപ്പോയതൊക്കെ ചൂടുകൊണ്ടാന്ന് തോന്നുന്നു ഇങ്ങനെ കരിഞ്ഞിരിക്കണത് അല്ലേ? ഇനിയിപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല. ഇത് കോരി എടുക്കുക, ഇച്ചിരി ഉപ്പുപൊടി കുരുമുളക് ഇടുക, കഴിക്കുക. കോഴിമുട്ട ചൂടാ ശരി ആണോ? ഓഹോ, എന്നാലും ജേന പറഞ്ഞു. അത് ശരി, അതെനിക്കറിയില്ലായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. എന്നാലും പുള്ളി പറഞ്ഞ മുട്ട കഴിക്കരുത് ചേച്ചി, ചൂടത്തൊന്നും. ചൂട് ശരീരത്തിന് കൂടുതൽ ചൂടാണ്. ഏതായാലും എടുത്തു പോയില്ലേ, കഴിച്ചേക്കാം. എടുക്കട്ടെ? കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ സോളാറിൽ കൊണ്ടുവച്ച്. പക്ഷെ നമ്മള് എക്സ്പെരിമെന്റ് ചെയ്തതാണ്. അത് ചെയ്ത് നോക്കിയാലേ അറിയാം. അടുപ്പത്ത് വെച്ചപ്പോ കണ്ടോ വിനേഗാടായിട്ടിരിക്കുന്നതൊക്കെ ഉണങ്ങി വന്നത്. എടുക്കുക കേട്ടോ, കാണിച്ചു തരാം. കഴിക്കണം, കാണിച്ചു തന്നേക്കാം. കുറുമ്പുണ്ട് ഉണ്ടോ ഉണ്ണിയുടെ മോളിൽ കിട. ഉണ്ണി എനിക്ക് തോന്നുന്നു ഇച്ചിരിയൊക്കെ കുക്ക് ആയിട്ടുണ്ടായിരുന്നു. സംശയം അല്ലേ? സാധാരണ ബുൾസൈ അടുപ്പിൽ ഉണ്ടാക്കുമ്പോ ഉണ്ണി ഇങ്ങനെ പൊട്ടിച്ചു കഴിയുമ്പോ വെള്ളം പോലെ ബുൾസൈ വെള്ളം പോലെ വന്നു. പക്ഷെ ഹാർഡായിരിക്കണം മോൾഭാഗം. അത് വെയിലേർ നന്നായിട്ട് അടിച്ചതുകൊണ്ട് ഹാർഡായി പോയതാണെന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇതേ ഇപ്പൊ പൊട്ടിച്ചു കഴിഞ്ഞപ്പോ ഇതേ കഴിക്കുന്ന മെത്തേഡ് കാണിച്ചു തരാം. കളയൊന്നുമില്ല, വെയിലത്തല്ലേ വെച്ചോളൂ. വേറെ പ്രക്രിയ ഒന്നും നമ്മൾ നടത്തിയില്ലല്ലോ. ഉപ്പ് അധികം ഇടണ്ട കേട്ടോ, കട്ടുപ്പായി പോവും. ഉപ്പ, കുരുമുളക് പൊടി അമ്മ വയ്ക്കും. കഴിക്കുന്നതും കാണിക്കാം. അപ്പൊ പിന്നെ വിഷയമില്ലല്ലോ. ഈ കല്ല് കഴിയും വെക്കണം. വടി പോലെയായിപ്പോയി വെയിലത്തിരുന്നത്. അത് ഒട്ടും ലൂസല്ല. ഇത് അതെന്നാ പോലും അങ്ങനെ പോയി വെയിലിന്റെ ചൂടുകൊണ്ട്. അതായിരിക്കും. അപ്പൊ ഉണക്കാവാനുള്ള ചൂടില്ല എന്നാണ് അതിന്റെ അർത്ഥം അല്ലെ? ഇത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണക്കമീൻ വറുത്ത പോലെ ആയിപ്പോയി. അയ്യോ, ആരും ഈ പരീക്ഷണത്തിന് മുതിരണ്ട. കാരണം ഭയങ്കര കടുപ്പ. കടിച്ച മുറിയൂല. ഉണങ്ങാനുള്ള വെയിലുണ്ട്, പക്ഷെ കുക്കാവാനുള്ള വെയിലില്ല. അതാണ് അതിന്റെ അർത്ഥം. അതാണ് അതിന്റെ പ്രശ്നം. ഭയങ്കര അടുപ്പാട്ടോ വെള്ളയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമൊക്കെ കഴിയുമ്പോ നമുക്ക് ചിലപ്പോ കുക്കാവാനുള്ള ചൂട് അന്തരീക്ഷത്തിൽ വരുമായിരിക്കാം. ഇങ്ങനെ വെച്ചാൽ വരുവാണെങ്കിൽ നമുക്കൊരു ദിവസം വേറൊരു കാര്യം ചെയ്തു നോക്കാം. അത് ചിലപ്പോൾ വിജയിക്കും. നല്ല വെയിൽ വരുമ്പോ ആ പപ്പടം ചുടുന്ന തവയങ്ങ് എടുത്ത് വെക്കണം. എന്നിട്ട് 2 പപ്പടം ചുട്ടു നോക്കണം. അത് നല്ല ഐഡിയ കേട്ടോ. അത് സൂപ്പർ ഐഡിയ. ഓർത്തില്ലതോ? ചെയ്തു നോക്കാം കേട്ടോ. അടുത്ത ആഴ്ച നോക്കാം. വെയിലുണ്ടാവുമായിരിക്കും. ടേസ്റ്റ് ഇല്ല, തീരെ പോരാ, കളയാൻ പറ്റൂല്ലോ എന്നോർത്താം.